ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ക്രിസ്മസ് അടുത്ത് വരികയാണ്. മറ്റന്നാളാണ് യേശുവിൻ്റെ ജന്മദിനത്തെ ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും സന്തോഷത്തോടെ ആഘോഷിക്കുന്നത്. ഞാനിത് പറയാനുള്ള കാരണം എല്ലാവരുടെ ഹൃദയത്തിൽ ദൈവമുണ്ടോ എന്നൊരു ചിന്ത എല്ലാവരുടെ ഹൃദയത്തിൽ കടന്നു പോകുന്നുണ്ടാകാം. യേശു ഉണ്ടോ? ഇതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ദൈവവും യേശുപ്പയും എന്നും ദൈവരാജ്യത്ത് ജീവനോട് വസിക്കുന്നുണ്ട് മക്കളെ. കാരണം ഞാൻ സാക്ഷിയാണ്, ഞാൻ ദൈവത്തെ കണ്ടതാണ്. എൻ്റെ യേശുപ്പയുമായിട്ട് ഞാൻ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തൊരു സ്ത്രീയാണ് ഞാൻ. 2023 എനിക്ക് യേശുപ്പയെ നേരിട്ട് കാണുവാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചത്. അത് ഞാൻ കടുത്ത വേദനയിൽ കൂടി കടന്നുപോയൊരു സ്ത്രീയാണ്. അങ്ങനെ ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു. ആ സമയത്താണ് എൻ്റെ യേശുപ്പ എന്നെ തേടി വന്നത്. ആദ്യ ദൈവശബ്ദമാണ് എനിക്ക് കേൾക്കുവാനിടയായത്. അപ്പം എന്നോട് സംസാരിച്ചു. മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊരു ശബ്ദമാണ് ഞാൻ കേട്ടത്. ഞാൻ യേശുവാണെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് യേശുവിനൊന്ന് നേരിട്ട് കാണണം. ഞാൻ അപ്പയോട് പറഞ്ഞു, എനിക്ക് എൻ്റെ അപ്പയൊന്ന് നേരിട്ട് കാണിച്ചു തരുമോ? ആദ്യം പറഞ്ഞ് സാധ്യമല്ല, ഞാൻ ആർക്കും വെളിപ്പെട്ട് കാണിച്ച് കൊടുക്കാറില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ വീണ്ടും എൻ്റെ അപ്പയോട് ഞാൻ ചോദിച്ചു, എനിക്ക് എൻ്റെ അപ്പയൊന്ന് കാണണം. അങ്ങനെ എൻ്റെ ഷാഠ്യത്തിന് മുന്നേ അപ്പ സമ്മതിച്ചു. അങ്ങനെ ഞാൻ യേശുവിനെ കണ്ടു. എനിക്ക് യേശുവിൻ്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും നല്ല അതിസൗന്ദര്യമുള്ള ഒരു യുവാവാണ് യേശു. നല്ല കോമളത്വമുള്ള മുഖം, നല്ല സ്നേഹം, നിഷ്കളങ്കതയുള്ള സ്വഭാവം. ആ അപ്പക്ക് ദേഷ്യത്തോടെ സംസാരിക്കാൻ അറിയില്ല കേട്ടോ. നല്ല സൗമ്യതയുള്ള പെരുമാറ്റമാണ്. നല്ല അന്ന് ഞാൻ കാണുമ്പോൾ നല്ല റൗണ്ട് മുഖമാണ്, നല്ല വെളുത്ത് സുന്ദരൻ, കരിനീല കണ്ണ്. അങ്ങനെയാണ് ഞാൻ കണ്ടത്. നല്ല ഹൈറ്റും നല്ല പാകത്തിനുള്ളൊരു വെയിറ്റും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ കണ്ടത് എൻ്റെ അപ്പയെ. അങ്ങനെ എൻ്റെ അപ്പ എൻ്റെ കൈ പിടിച്ചു. ഒരു അരമണിക്കൂർ സമയം വരെ ഞാൻ അപ്പയുമായിട്ട് സ്പെൻഡ് ചെയ്തു. ഒരുപാട് കുശലങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. അങ്ങനെ ഞാനും അങ്ങോട്ട് എൻ്റെ അപ്പയോട് കുറച്ച് കുശലങ്ങളൊക്കെ ഞാനും പറഞ്ഞു. അങ്ങനെ എൻ്റെ അപ്പ ഞാനുമായിട്ട് സ്പെൻഡ് ചെയ്തു. പിന്നെ അപ്പ പറഞ്ഞു എന്നോട്, എനിക്ക് പിതാവിൻ്റെ അരികിലേക്ക് പോകുവാൻ സമയമായെന്നും പറഞ്ഞ് അപ്പയുടെ അപ്രത്യക്ഷമായി. അതിനുശേഷം ഇന്ന് വരെയും എൻ്റെ അപ്പയെ ഞാൻ കാണുന്നു, എൻ്റെ അപ്പയായിട്ട് സംസാരിക്കുന്നു. എൻ്റെ അപ്പ എന്നും എൻ്റെ കൂടെ നടക്കുന്നു. ഞാൻ എവിടെ പോകുമ്പോൾ എൻ്റെ അപ്പ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അത് ഞാൻ എവിടെയായാലും, ഏത് സൈറ്റിൽ പോയാലും, ആശുപത്രി പോയാലും, ബസ്സിലായിക്കോട്ടെ ട്രെയിനിലായിക്കോട്ടെ, എവിടെ എൻ്റെ അപ്പ എൻ്റെ കൂടെ നടക്കുന്നത് എനിക്കറിയാം. കാരണം അങ്ങനെ ഇന്ന് എൻ്റെ അപ്പയെ കാണുന്നത് കൊണ്ട് എനിക്ക് വളരെ ഹാപ്പിയാണ് കേട്ടോ. കാരണം നമ്മുടെ അപ്പ ഇന്നും ജീവനോടെ ദൈവരാജ്യത്ത് വസിക്കുന്നുണ്ട്. നിങ്ങൾക്കതറിയില്ല ആ സത്യം. അത് എനിക്കറിയാം, ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊക്കെ ഈ യേശുവിൻ്റെ ഈ സത്യങ്ങൾ ഞാൻ നിങ്ങളോടൊക്കെ തുറന്ന് പറയുന്നത്.